Hello, welcome to the next lecture on programming in C. In this lecture, we'll be talking about arrays. Okay. So, നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ എന്താണ് സിയുടെ ലൂപ്പ് വരെ, അതായത് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ലൂപ്പിംഗ് വരെ നമ്മൾ വന്നെത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത് നമ്മൾ കാണുന്ന കോൺസെപ്റ്റ് എന്താണ്? അറേസ്. ഓക്കെ. സോ വാട്ട് ഈസ് എൻ അറേ? അപ്പം കൺസിഡർ an integer and let's call it x. Okay, നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ നടത്തും, ഇൻറ്റിജർ ഇൻറ്റ് എക്സ്. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ എക്സ് എന്ന് പറയുന്ന ഒരു പേരിൽ നമ്മളൊരു മെമ്മറി ലൊക്കേഷൻ ഡിക്ലെയർ ചെയ്തിടും. ഇവിടെ നമുക്ക് എത്ര ഇൻറ്റിജറിൻ്റെ എത്ര സൈസ്, എത്ര ബൈറ്റ് ഉണ്ടോ അത്രയും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഒരു വേരിയബിൾ നെയിമിൽ, ഒരു പേരിൽ നമുക്ക് ഒരു മെമ്മറി ലൊക്കേഷൻ ഓഫ് ടൈപ്പ് ഇൻറ്റ് നമ്മൾ സ്റ്റോർ ചെയ്യണം. അറേ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരെണ്ണം സ്റ്റോർ ചെയ്യുന്നതിന് പകരം വാട്ട് വി ഡു ഇസ്, നമ്മൾ 4, 5, 6, 7, 8, 10 ഒക്കെ നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്തിടും. സപ്പോസ് ഇത് എത്ര ഉണ്ട്? 5. ഓക്കെ, സോ ഹിയർ array size is 5. Okay, so either, and I'm saying that this is an array of type, and let me call this as, let's say x തന്നെ വിളിക്കാം. ഓക്കെ, എക്സ് എന്നുള്ള പേരിൽ ഞാൻ അറേ ഡിക്ലെയർ ചെയ്യണം ഓഫ് സൈസ് 5, ആൻഡ് ഐ എം സേയിങ് ദാറ്റ് ഇറ്റ് ഈസ് ഓഫ് ടൈപ്പ് integer. Okay, so what is an array? Basically it is a variable, right, that stores multiple values of same data type. Okay, ഇതാണ്. So it is a single variable. ഇവിടെ നമ്മൾ എക്സ് ആണ്, ഒറ്റ വേരിയബിളാണ്. ഇതിൽ നമ്മൾ മൾട്ടിപ്പിൾ വാല്യൂസ് സ്റ്റോർ ചെയ്യും. ഇവിടെ 5 വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ആൻഡ് വാട്ട് ഈസ് അതർ തിങ്? ഓഫ് സെയിം ഡേറ്റ ടൈപ്പ്. ഇവിടെ നമ്മൾ ഇൻറ്റ് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഈ എക്സ് എന്ന് പറയുന്ന വേരിയബിളിൽ കിടക്കുന്ന, അറേയിൽ കിടക്കുന്ന എല്ലാ വാല്യൂസും ടൈപ്പ് ഇൻറ്റിജറായിട്ടായിരിക്കും നമ്മുടെ കമ്പയർ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ബേസിക്കലി ഒരു അറേ. ഇതിൽ വേറെ കൂടുതലായിട്ടൊന്നുമില്ല. ഇപ്പോൾ സപ്പോസ് ഈ അറേ തന്നെ നമ്മൾ ഒന്നുകൂടെ ഇലാബറേറ്റ് ചെയ്യണമെങ്കിൽ, എന്താ സൈസ് 8 അറേ സൈസുള്ള ഒരു അറേ ഡിക്ലെയർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഓരോ ലൊക്കേഷൻ, ഇവിടെ ഒരു ഇത് വരും, ഇവിടെ ഒരു വാല്യൂ വരും, ഇവിടെ ഒരു വാല്യൂ വരും. ഓക്കെ, അങ്ങനെ പോകും. ഇതിന് നമ്മൾ വേറൊരു കോൺസെപ്റ്റ് എന്നുള്ളത് ഇൻഡെക്സ് അല്ലെങ്കിൽ ഇൻഡിസസ് എന്ന് പറയും. അതായത് എത്രാമത്തെ എലമെൻ്റാണ് എന്നറിയാൻ വേണ്ടിയിട്ട്. സോ ഞാനിവിടെ നമ്മുടെ സി പ്രോഗ്രാമിൽ നമ്മൾ ഇൻഡെക്സ് പറയുന്നത് എത്ര? 0, 1, 2, 3, 4, 5, 6, 7. 8 എലമെൻ്റ് ഉണ്ട്. പക്ഷേ ഇൻഡെക്സ് മാക്സിമം 7 വരെ ഉള്ളൂ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ലാണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് സപ്പോസ് ith എലമെൻറ്റ് ആണ് നമുക്ക് കാണേണ്ടതെങ്കിൽ, ഇഫ് യു വാണ്ട് ടു സീ ദ ith എലമെൻറ്റ്, യുവർ ഇൻഡെക്സ് വിൽ ബി i-1. ഓക്കെ, ലെറ്റ് ദിസ് കോൺസെപ്റ്റ് ബി ദർ. ജസ്റ്റ് റിമെമ്പർ ദിസ്. നൗ ലെറ്റ്സ് മൂവ് ഓൺ ആൻഡ് സീ ഹൗ വി ആർ declaring an array. അതിൻ്റെ ബേസിക് സിൻറ്റാക്സ് എങ്ങനെയാണ് ഡിക്ലറേഷൻ വരുന്നത്? നമ്മുടെ ഡേറ്റ ടൈപ്പ് എന്താണെന്നുള്ളതുണ്ടായിരിക്കും. there will be the data type followed by the array name followed by square brackets. ആ സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്ത് എന്തായിരിക്കും? അറേയുടെ സൈസ് ഉണ്ടായിരിക്കും. ഇതാണ് അതിൻ്റെ സിൻറ്റാക്സ്. ഉദാഹരണം, ഫോർ എൻ എക്സാമ്പിൾ, int
ഡേറ്റ 10 എന്ന് പറയുന്ന സെമിക്കോളൻ. This means we are declaring an array of type integer. The size will be 10. That means there will be 10 memory locations. എങ്ങനെയായിരിക്കും? പത്ത് ഇതുണ്ട്. ഇതിൻ്റെ പേര് ഡേറ്റ എന്നായിരിക്കും. ഓക്കെ, ഇതിൻ്റെ ടൈപ്പ് ഇൻറ്റിജർ ആയിരിക്കും. 10 ലൊക്കേഷൻ ഉണ്ടാവും. അപ്പോൾ ഇൻഡിസസ് ഏതായിരിക്കും? 0 1 2 3 4 5 6 7 8 9 ഇതായിരിക്കും എൻ്റെ ഇൻഡിസസ്. അപ്പോൾ എനിക്ക് ഇത്രാമത്തത് ഈ എലമെൻ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എലമെൻ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? I will be looking at what? 4th index. Okay, we'll come to that. So this is an example for declaring. What can be another example? Float temp 5 എന്നുവെച്ചാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ടെമ്പ് എന്നുള്ള പേരിൽ ഫ്ലോട്ട് ഡേറ്റ ടൈപ്പായിട്ടുള്ള 5 മെമ്മറി ലൊക്കേഷൻ മാറ്റി വയ്ക്കും ആ അറേ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പം ഇവിടെ ഈ 4th എലമെൻറ്റ് നമ്മളെങ്ങനെ ആക്സസ് ചെയ്യും? അതിന് നമ്മൾ വിളിക്കുന്ന ഡേറ്റ 4th അല്ല 5th എലമെൻറ്റാണ്. നമ്മുടെ ഇൻഡെക്സ് 4 ആണെന്നുള്ളൂ. അതുപോലെ നമുക്ക് ഇതാണെങ്കിലോ ദിസ് വിൽ ബി ഡേറ്റ 8. ഓക്കെ, എത്രയേ ഉള്ളൂ. ഇതിൽ സപ്പോസ് ഇത് മെമ്മറി ലൊക്കേഷൻ 2000-ലാണ്. ഓക്കെ, ഇത് മെമ്മറി ലൊക്കേഷൻ 2000-ലാണെങ്കിൽ ഇവിടെ ഇതിൻ്റെ മെമ്മറി ലൊക്കേഷൻ എവിടെയായിരിക്കും? 2000 പ്ലസ് ഇൻറ്റിജർ സൈസ് എത്രയാണ്? സൈസ് ഓഫ് ഇൻറ്റിജർ എത്രയാണോ വാട്ട് എവർ ബി ഇറ്റ്. അതുപോലെ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ലൊക്കേഷൻ പ്ലസ് സൈസ് ഓഫ് വാട്ട് എവർ ഡേറ്റ ടൈപ്പ് ഇസ് ദർ. അങ്ങനെയായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു എലമെൻ്റായിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ആക്ച്വലി ഇപ്പം ഇൻറ്റിജറിൻ്റെ സൈസ് 4 ആണെങ്കിൽ 4 ബൈറ്റ് ഉണ്ടാവും, 3 ആണെങ്കിൽ 3 ബൈറ്റ് ഉണ്ടാവും, വാട്ട് എവർ ബി. അങ്ങനെ ആ ഒരു ഇതനുസരിച്ചാണ് അത്രയും മെമ്മറി ലൊക്കേഷൻ പോകുന്നത്. ഇനി ഇതെങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നു, ഇതെന്താണ്, ഇതിൻ്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയ സ്ഥിതിക്ക് നമുക്കിനി ഇതെങ്ങനെ ഇനിഷ്യലൈസ് ചെയ്യാം, യൂസ് ചെയ്യാം എന്ന് നോക്കാം. ഇനിഷ്യലൈസിങ് അറേ. ഓക്കെ, ഇൻറ്റ് temp5 equal to say 20 21 22 23 24 ഇങ്ങനെ ഇടാം. നമ്മൾ ഇതിങ്ങനെ കാണിക്കും. നമ്മൾ ഇത് ബ്രേസസ് യൂസ് ചെയ്യണം, കേർലി ബ്രേസസ് യൂസ് ചെയ്യണം. ആൻഡ് ഈച്ച് എലമെൻറ്റ് ഷുഡ് ബി ഫോളോഡ് ബൈ എ കോമ. ഇതാണെങ്കിൽ നമുക്ക് എന്താണ്, നമ്മൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടില്ല. നമ്മൾ ആദ്യം എങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങനെയും ചെയ്യാം. 20 21 22 23 24 നമ്മളിങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കമ്പൈലർ എന്താ അസൈൻ ചെയ്യുന്നത്? ഓക്കെ, ഇങ്ങനെ ഒരെണ്ണം ഡിക്ലെയർ ചെയ്യുകയാണ്, ഇതാണ് ഇൻപുട്ട് വരുന്നത്. ഓക്കെ, എൻ്റെ സൈസ് 5 ആയിരിക്കുമെന്ന് കമ്പൈലർ അങ്ങ് അസ്യൂം ചെയ്യും. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നമ്മളൊരു ഇനിഷ്യലൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇനി അങ്ങനെയല്ല, നമുക്ക് ഇൻഡിവിജ്വൽ എലമെൻറ്റ്സ് ആയിട്ട് ചേഞ്ച് ചെയ്യണം. സപ്പോസ് എനിക്ക് ഈ 3rd എലമെൻറ്റ് എനിക്ക് ചേഞ്ച് ചെയ്യണം. സോ അങ്ങനെ അതിന് നമ്മൾ ഇൻഡിവിജ്വൽ ആക്സസ് നമ്മൾ എന്ത് ചെയ്യും? temp2 equal to 50 അല്ലെങ്കിൽ temp4 equal to 0 ഓട്ടോ എടുക്കും. നമുക്കിങ്ങനെ ഇത് നമ്മൾ എന്താണ് മൊത്തമായിട്ട് ആ അറേ ഇനിഷ്യലൈസ് ചെയ്യാൻ ഈ ഒരു സിൻടാക്സ് നമുക്ക് യൂസ് ചെയ്യാം. ഇല്ല, ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു ഫോർമാറ്റ് യൂസ് ചെയ്യും. temp സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ആ മെമ്മറി ലൊക്കേഷൻ്റെ അല്ലെങ്കിൽ ആ എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, നമ്മൾ ഇതെന്ന് പറയുന്നത് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഈ ലൊക്കേഷനിലോട്ട് നമ്മൾ ഈ വാല്യൂ അസൈൻ ചെയ്യും. ഇനി
സ്കാൻ ചെയ്യണം, റീഡ് ചെയ്യണം. scanf %d ampersand temp of 2 കൊടുക്കാം. ഇല്ലെങ്കിൽ scanf %d ampersand temp of i-1. ഇങ്ങനെ കൊടുത്താൽ എന്ത് സംഭവിക്കും? ഐയുടെ വാല്യൂ എന്താണോ അത് -1 എന്ന് പറയുന്ന ഇൻഡെക്സിൽ കൊണ്ട് സ്കാൻ ചെയ്തിടും, റീഡ് ചെയ്തിടും. ഇപ്പോൾ i3 ആണെങ്കിൽ 2-ൽ, അതായത് ഇവിടെ വരും. i4 ആണെങ്കിൽ 3-ൽ ഇവിടെ വരും. അപ്പോൾ നമുക്കിപ്പോൾ ith എലമെൻ്റ് ആണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ i-1 കൊടുത്താൽ കറക്റ്റ് ഇൻഡെക്സ് ആയിരിക്കും. അത്രയുള്ളൂ. ഇതെന്ത് വേരിയബിളാണ്, ഈ വേരിയബിളിൻ്റെ വാല്യൂ അനുസരിച്ച് അത് വന്നോളൂ. ഇനി റീഡ് ചെയ്യാൻ, റൈറ്റ് ചെയ്യാനാണെങ്കിലോ പ്രിൻ്റ് ചെയ്യാനാണെങ്കിലോ സിമിലർലി എക്സാക്ട്ലി ദ സെയിം പ്രിൻ്റ് ഓഫ് ആവുമെന്നേ ഉള്ളൂ. പ്രിൻ്റ് ഓഫ് %d സെയിം. നമ്മുടെ എലമെൻറ്റിനെ നമ്മൾ എന്താണ് മറ്റേതൊരു വേരിയബിളിനെ ആക്സസ് ചെയ്യുന്ന പോലെ നമ്മൾ ആക്സസ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ, വേറെ അതിൽ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. പിന്നെ ഇതിലൊരു ഡിഫറൻസ് വരാമെന്നുള്ളത് എന്താണ്, ഔട്ട് ഓഫ് ബൗണ്ട് ആയിട്ടുള്ള ഒരു എലമെൻറ്റിനെ ആക്സസ് ചെയ്യാൻ നോക്കിയാൽ, ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത എന്താണ് ഇൻറ്റ് temp5 എന്ന് പറയുന്നൊരു ഡിക്ലറേഷൻ നടത്തി. അപ്പോൾ ഇവിടെ നമ്മുടെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 0 to 4 ആണ്. ദാറ്റ് ഈസ് വി ഹാവ് 5 elements അല്ലേ, 5 elements. Index is from 0 to 4. What if we try to access, say, int x equal to temp of say 5. temp of 5 എന്ന് പറയുന്നൊരു എലമെൻറ്റ് ആസ് സച്ച് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, കാരണം 0 to 4 ഉള്ള ഇൻഡെക്സ്. ഇങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? രണ്ട് പോസിബിലിറ്റിയാണുള്ളത്. സംടൈംസ് വാട്ട് കമ്പൈലർ മേ ഗിവ് ആൻ എറർ, ഒരു എറർ മെസ്സേജ് തരാം. ഇല്ലെങ്കിൽ എന്താണ്, ഒരു അൺഎക്സ്പെക്റ്റഡ് വാല്യൂ കിട്ടാം. അതായത് വാട്ട് ഈസ് ഹാപ്പനിങ്, നമ്മളിത് ഈ temp5 എന്ന് പറഞ്ഞ് നമ്മളിവിടെ ഡിക്ലറേഷൻ കൊടുക്കുമ്പോൾ നമുക്കിവിടെ 5 മെമ്മറി ലൊക്കേഷൻസ്, 5 മെമ്മറി ലൊക്കേഷനിൽ 5 ഇൻറ്റിജറിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ഇവിടെ ഇങ്ങനെ അലോട്ട് ചെയ്തിട്ടേക്കാണ്. നമ്മുടെ മെമ്മറി കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു സാധനമാണ്, അതിൽ പിന്നെയും ഇങ്ങനെ ലൊക്കേഷൻസ് കിടപ്പുണ്ട്, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം. അപ്പം നമ്മുടെ temp of 0 ഇവിടെയാണ്, temp of 1 2 3 4 ഇവിടെ വരെ നമ്മൾ ഡിക്ലെയർ ചെയ്തുള്ളൂ. ഇപ്പോൾ temp of 5 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇൻ കേസ് കമ്പൈലർ എന്താണ് എറർ കാണിക്കുന്നില്ല, ഇങ്ങോട്ട് അബദ്ധവശാൽ എന്തെങ്കിലും കാരണം ഇങ്ങോട്ട് വരികയാണെങ്കിൽ temp of 5 എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരെ ആക്സസ് ചെയ്താൽ ഇങ്ങനെ വരില്ല. ചാൻസസ് ആർ ലെസ്, മോഡേൺ കമ്പൈലറിന് അങ്ങനെ വരാറില്ല. ഇങ്ങനെ വരുമ്പോൾ വന്നാൽ എന്ത് പറ്റും, ഇവിടെ വാട്ട് എവർ ജങ്ക് വാല്യൂ കിടക്കുന്നത് അതിൻ്റെ റീഡ് ചെയ്യും. സോ ദാറ്റ് ഈസ് ആൻ അൺഎക്സ്പെക്റ്റഡ് വാല്യൂ, അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി ദർ വിൽ ബി ആൻ എറർ. ജസ്റ്റ് നോ ദിസ്, അത്രേ ഉള്ളൂ, വേറെ നത്തിങ് മച്ച് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നൗ the next concept I want to introduce to you is that of multi-dimensional arrays. ഓക്കെ, നമ്മൾ ഇത്രയും നേരം കണ്ട എന്താണ്, സിംഗിൾ ഡയമെൻഷണൽ അറേ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഇൻഡെക്സ് യൂസ് ചെയ്ത് 0 to i-1 അല്ലെങ്കിൽ 0 to n-1 എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് നമ്മൾ ആക്സസ് ചെയ്യുന്നു. സോ മൾട്ടി ഡയമെൻഷണൽ അറേസ് ആർ ബേസിക്കലി that is an array of arrays. Suppose ഒരു ഉദാഹരണം വെച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാം. float a34 എന്ന് ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്. this is how you declare a 2-dimensional array. My variable name is a, these are my what do you say, these are my dimensions, or let's say element sizes. Okay, how will this look? It will be a
0 0, A 0 1, A 0 2, A 0 3, then A 1 0, A 1 1, A 1 3, A 2 0, etc. up to A 2 3. So here basically we have what, 3 rows, right? 3 rows, 1 2 3, and we have 4 columns. Okay, so basically these two numbers, right, these two numbers define this. First number will define how many rows are there, and the second number will define how many columns are there. Okay, അത്രേ ഉള്ളൂ. ബേസിക്കലി എന്താണ്, 3 into 4 12 നമ്പേഴ്സിന് നമ്മൾ സ്റ്റോർ ചെയ്യാൻ നോക്കുന്നു. അത് കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റ ലൈനിൽ സ്റ്റോർ ചെയ്യുന്നതിന്, ഒറ്റ ലൈനായിട്ട് നമ്മൾ വ്യൂ ചെയ്യുന്നതിന് പകരം നമുക്കിങ്ങനെ ഒരു മെട്രിക്സ് പോലെ, ഒരു 3/4 റോസ് ആൻഡ് കോളംസ് പോലെ നമ്മൾ കാണുന്നു. അങ്ങനെ ഇതിനെ ആക്സസ് ചെയ്യുന്നു, വിഷ്വലൈസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. So the thing is, it is stored continuously. Okay, continuously in memory. കാരണം മെമ്മറിയിൽ ഇങ്ങനെ ഒരു 2 dimensional കോൺസെപ്റ്റ് ഒന്നുമില്ല. മെമ്മറി എന്ന് പറയുന്നത് ഒരു 1 dimensional കണ്ടിന്യൂസ് സ്പേസ് ആണ്. സോ അവിടെ എന്തായിരിക്കും, സം മെഷീൻസ് എന്താണ്, ആദ്യം A0 to A03 സ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് A10 11 up to A13, again followed by A20 up to 23. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത് യൂഷ്വലി. ഓക്കെ, ഇനി നമുക്കിതിനെ വേണമെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് 3 dimensional കൂടെ ഇങ്ങനെ മൂന്നാമതൊരു ഇതും കൂടെ എടുത്ത് നമുക്ക് വേണമെങ്കിൽ വിഷ്വലൈസ് ചെയ്യാം. ദാറ്റ് വിൽ ബി എന്താണ്, ഇങ്ങനെ ഇതേപോലെ മൾട്ടിപ്പിൾ പ്ലെയിൻസ് ഉണ്ടാവും, അത്രയും നമ്പർ ഓഫ് എലമെൻറ്റ്സ് വരും, അത്രേ ഉള്ളൂ. ഓക്കെ, അത് വിഷ്വലൈസ് ചെയ്യാനുള്ളൊരു ഇതിനുവേണ്ടി ഞാൻ നോക്കുന്നില്ല. സോ ഹൗ ഡു യു ഡിക്ലെയർ എ 3 dimensional array? Example, float b 2 3 4, right? So how will this look? This will be എന്താണ്, നമ്മളിവിടെ കണ്ട പോലെ ഒരു 2/, ഇവിടെ 3/4 ആയിരുന്നു, ഒരു 2/3 ഇതിൻ്റെ 4 ഇതുണ്ടാവും. ഓക്കെ, now let's see how we can initialize. As earlier, let's start with an example. Int c 2 3 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ earlier we defined multidimensional arrays as array of arrays, right? ഇവിടെ ആക്ച്വലി എങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, 3 എലമെൻ്റ് ഉള്ള 2 അറേ ആയിട്ടങ്ങ് സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഇതെന്താ, 2 റോ ഉണ്ട്, ബേസിക്കലി 2 റോയും 3 കോളമാണ്. അങ്ങനെ അങ്ങ് ഡിക്ലെയർ ചെയ്യുന്നത്. ആൻഡ് വാട്ട് അബൌട്ട് ഇൻറ്റ് b 2 3 4, അത് നമ്മളെങ്ങനെ ഡിക്ലെയർ ചെയ്യും? say just dummy values something 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 something, right? അങ്ങനെ എത്ര എണ്ണം ഉണ്ടാവും? 3 എണ്ണം ഉണ്ടാവും. അങ്ങനെ 4 എലമെൻ്റ് ഉള്ള 3 എണ്ണം, 4 എലമെൻ്റ് ഉള്ള 3 അറേസ്, അങ്ങനെ എന്താണ് 2 സെറ്റ് ഉണ്ടാവും. ഓക്കെ, ഇതിനകത്ത് ഓരോന്നിനകത്തും
4 എലമെൻ്റ് ഉണ്ടാവും, all separated by commas. ഓക്കെ. ആൻഡ് ഇതിലാണെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വൽ ആക്സസ് എങ്ങനെയാണ് നടത്തുന്നത്? ലൈക്ക് ഏർലിയർ നമ്മൾ മറ്റേ സിംഗിൾ ഡയമെൻഷണൽ അറേയിൽ ചെയ്ത പോലെ എങ്ങനെയാണ് A11 അല്ലെങ്കിൽ B103 whatever be different depending on the index, നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാം. ഓക്കെ. സോ ദാറ്റ് ഈസ് ജസ്റ്റ് ഇതിൻ്റെ ഒരു തിയറട്ടിക്കൽ പാർട്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളതാണ്. വാട്ട് വിൽ ഡു ഇസ് വിൽ സീ സം സാമ്പിൾ പ്രോഗ്രാംസ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം എന്താണ്? ഇറ്റ് ഈസ് എ പ്രോഗ്രാം ടു ടേക്ക് 5 values ഫ്രം യൂസർ ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ ആൻ അറേ. എന്നിട്ട് എന്ത് ചെയ്യും? അതിനെ പ്രിൻ്റ് ചെയ്യും. അപ്പോൾ അതെങ്ങനെ വരുന്നത്? നമ്മൾ ആദ്യം ഇവിടെ എന്ത് ചെയ്തു? ഇൻറ്റ് വാല്യൂസ് 5 എന്ന് പറയുന്ന സാധനം ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് നമ്മൾ എന്താ ഒരു മെസ്സേജ് കൊടുക്കുന്നു, എൻ്റർ 5 ഇൻറ്റിജേഴ്സ്. അത് കഴിഞ്ഞ് നമ്മൾ ഫോർ ലൂപ്പ് ഇട്ടിട്ട് 1 by 1 നമ്മൾ റീഡ് ചെയ്യണം. എങ്ങനെ റീഡ് ചെയ്യുന്നത്? സ്കാൻഎഫ് ഓരോ ഇതായിട്ട് വാല്യൂസ് ഐ എന്ന് പറയുന്ന ഐയുടെ വാല്യൂ എങ്ങനെയാണ്? 0 to 4 ആണ് വേരി ചെയ്യുന്നത്. അതനുസരിച്ച് വാല്യൂ 0, 1, 2, 3, 4 വരെ. സിമിലർലി ഇത് കഴിഞ്ഞ് നമ്മൾ വൺസ് ഇത് ചെയ്തിട്ട് എന്തെങ്കിലും നമ്മൾ ജസ്റ്റ് പ്രിൻ്റ് ചെയ്യും. പ്രിൻ്റ് ചെയ്യാൻ എന്താ? അഗെയിൻ സെയിം കോൺസെപ്റ്റ്, വാല്യൂസ് 0, വാല്യൂ 1 അങ്ങനെ അങ്ങ് പോകും. സോ നമുക്കിത് റൺ ചെയ്ത് നോക്കാം. എൻ്റെ 5 integers ഐ എം ഗിവിങ് 1, 2, 3, 4 and 5. ജസ്റ്റ് ആ സാധനം റീഡ് ചെയ്യുന്നു, പ്രിൻ്റ് ചെയ്യുന്നു. അത് ഈ ഒരു എന്താണ് ഇതെങ്ങനെ ആക്സസ് ചെയ്തെന്നുള്ളത് അത് ജസ്റ്റ് കാണിക്കുന്നുണ്ട്, വേറെ നത്തിങ് എൽസ്. ഓക്കെ, അടുത്ത പ്രോഗ്രാം എന്താണ്? ഇത് ജസ്റ്റ് നമ്മൾ കുറച്ച് നമ്പേഴ്സ് റീഡ് ചെയ്യുന്നു, അതിന് നമ്മൾ ആവറേജ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇതിൽ നേരത്തെ ഉള്ളതെന്നുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളിതിനെ എലമെൻസിനെ ആക്സസ് ചെയ്ത് ജസ്റ്റ് ഒരു സമ്മിലോട്ട് കൊടുക്കുന്നു, വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഇതെങ്ങനെ നമ്മുടെ മൾട്ടിപ്പിൾ രീതിയിൽ നമുക്കിതിനെ യൂസ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ റൺ ചെയ്ത് നോക്കിയാൽ എൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ലെറ്റ്സ് സേ 3, എൻ്റെ നമ്പർ 1, ഓക്കെ, ആവറേജ് 2, വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്ന് കാണാൻ വേണ്ടി, ഇതുമായിട്ടൊന്ന് നിങ്ങളെ ഫെമിലിയറൈസ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ഓക്കെ, മൂവിങ് ഓൺ, ലെറ്റ്സ് സീ ഹൗ വി ക്യാൻ യൂസ് എ 2-dimensional array. ഇതിലെങ്ങനെയാണ് വരുന്നത്? ഇവിടെ നമ്മുടെ അറേ ഡിക്ലറേഷൻ വരുന്ന ടെമ്പറേച്ചർ, സിറ്റി, വീക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് കാണുമ്പോൾ ഈ സിറ്റി വീക്ക് നമ്മൾ ഇതൊരു നമ്പറല്ലേ കൊടുത്തത്, ഇതൊരു കൊടുത്തിട്ടില്ലല്ലോ. അതിന് നമ്മളിവിടെ എന്താണ് കോൺസ്റ്റൻറ്റ് ഇൻറ്റ് സിറ്റി ഈക്വൽ ടു 2 എന്ന് വെച്ചാൽ ഈ ഒരു ഡിക്ലറേഷന് ശേഷം നമ്മുടെ ഈ പ്രോഗ്രാമിനകത്ത് എവിടെ സിറ്റി എന്ന് പറയുന്നത് കണ്ടാലും കമ്പൈലർ അതിനെ 2 കൊണ്ട് റീപ്ലേസ് ചെയ്യും. സിമിലർലി കോൺസ്റ്റൻറ്റ് ഇൻറ്റ് വീക്ക് ഈക്വൽ ടു 7. സിമിലർലി ഇതിന് ശേഷം ഈ പ്രോഗ്രാമിനകത്ത് എവിടെ വീക്ക് എന്നുള്ള വേർഡ് കണ്ടാലും അതിനെ കമ്പൈലർ 7 വെച്ച് റീപ്ലേസ് ചെയ്യും. ഓക്കെ, സോ ജസ്റ്റ് ടു ഷോ യു സംതിങ് ന്യൂ, ദാറ്റ്സ് ഓൾ. സോ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ദിസ് ഈസ് ആസ് ഗുഡ് ആസ് ഡിക്ലെയറിങ് ഇൻറ്റ് ടെമ്പറേച്ചർ to 7. So we have declared a 2-dimensional array. എന്നിട്ട് നമ്മൾ എന്താണ് റീഡ് ചെയ്യാണ് 1 by 1. ഓക്കെ, അതായത് ഓരോ അറേ വാല്യൂസ് നമ്മൾ ഡിക്ലെയർ ചെയ്യാണ്, റീഡ് ചെയ്യാണ്. നമ്മൾ നേരത്തെ ഉള്ള പ്രോഗ്രാമിൽ നമ്മൾ എന്താണ് ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിരുന്നുള്ളൂ. സോ നമുക്കിവിടെ എന്താണ്, നമുക്ക് ഓരോ റോ വൈസ് പോയിട്ട് ഓരോ റോയിലെയും എലമെൻസിനെ എടുക്കണം, അത് കഴിഞ്ഞ് അടുത്ത റോയിലെ എലമെൻറ്റിനെ എടുക്കണം. 2 by 7 അല്ലേ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് 2 ഫോർ ലൂപ്പ് വരുന്നത്. ഇത് ഓരോ റോയിലും 1 by 1 പോകാനായിട്ട്, ഇത് അടുത്ത റോയിലോട്ട് പോകാനായിട്ട്. സോ നമുക്ക് അതുകൊണ്ട് 2 ഇത് വരെ, അതനുസരിച്ച് ഐയും ചെയ്യും, ചേഞ്ച് ചെയ്യും. ഇതിലും വേറെ അതൊന്നുമില്ല, റീഡ് ചെയ്യുക, പ്രിൻ്റ് ചെയ്യുക. ഓക്കെ, സോ നമുക്കിവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ okay, day 1 temperature I am giving 1, 2, 3, 4, 5, 6, 7, 8, 9, 10,
8 7 6 5. നമ്മൾ കൊടുത്ത വാല്യൂസ് അതുപോലെ തന്നെ പ്രിൻ്റ് ചെയ്തു, വേറൊന്നുമില്ല. റീഡ് ചെയ്തു, പ്രിൻ്റ് ചെയ്തു. ഇതിൽ നമ്മൾ 2 ഡയമെൻഷണൽ അറേ വരുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ട, 2 ഫോർ ലൂപ്പ് വരും, അതായത് 2 ലൂപ്പ് വരും ബേസിക്കലി. എന്താണ്, ഒരു ലൂപ്പ് ഒരു റോയെ ആക്സസ് ചെയ്യാനായിരിക്കും. ഓക്കെ, അടുത്ത ലൂപ്പ്. അപ്പോൾ ഈ ലൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ റോ റീസെറ്റ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് റോയിലോട്ട് ചാടാൻ വേണ്ടിയിട്ടാണ് ഇത്. സോ ഇപ്പോൾ എത്ര റോ ഉണ്ടാവും അത്രയും നമ്പർ കൗണ്ട് പുറത്തുള്ള ലൂപ്പ് പോകണം. ഈ ഓരോ റോയിൽ എത്ര എലമെൻ്റ് ഉണ്ടോ അത്രയും കൗണ്ട് അകത്തെ ലൂപ്പ് പോകണം, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി വേറൊരെണ്ണം എന്താണ്, ഒരു 2x2 മെട്രിക്സിൻ്റെ 2x2 മെട്രിക്സിൻ്റെ സം കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ മെട്രിക്സസ് നമ്മൾ ഇതിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എന്താണ് 2 ഡയമെൻഷണൽ അറേ യൂസ് ചെയ്തിട്ടാണ്. സോ ഇവിടെ നമ്മുടെ എന്താണ് അറേയുടെ റീഡിങ് സെക്ഷൻ, ഫസ്റ്റ് അറേ, സെക്കൻഡ് അറേ, സെക്കൻഡ് മെട്രിക്സ്, ദെൻ വാട്ട്, നമുക്കിതിനെ സം ചെയ്യണം. അപ്പം നമ്മൾ അഗെയിൻ നമുക്ക് 2 ഡയമെൻഷണൽ അറേ വരുമ്പോൾ നമുക്ക് ആക്സസ് ചെയ്യാൻ ഇങ്ങനെ 1 by 1 ആക്സസ് ചെയ്യണമെങ്കിൽ എന്ത് പറ്റണം, നമുക്ക് ഇൻഡെക്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് എന്താ 0 0 0 1 0 2 ലൈക്ക് ദാറ്റ്, അത് കഴിഞ്ഞ് 1 1 1 0 1 1 അങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് അഗെയിൻ നമുക്കിത് എന്താണ് 2 ഫോർ ലൂപ്പ് വേണം. സോ ഇതിനെ എന്താ ചെയ്യുന്നത്, നമ്മൾ ഒരു അറേയിലോട്ട് തേർഡ് ഒരു മെട്രിക്സിലോട്ട് നമ്മൾ ഇതിൻ്റെ സമ്മിനെ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി വി ആർ പ്രിൻറ്റിങ് ദ സം. ഓക്കെ, ലെറ്റ്സ് റൺ ഇറ്റ്. Enter A11, 1 2, A21 3 4. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് എലമെൻറ്റ് 1 1 2 3 4 എന്നുള്ള 4 എലമെൻറ്റ് എൻ്റർ ചെയ്തു. അടുത്തിന് എന്താണ് സെക്കൻഡ് മെട്രിക്സ് ഞാൻ തിരിച്ചു കൊടുക്കാം, 4 3 2 1. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കണം, 5, എല്ലാം 5. ഓക്കെ, സോ ഇത് ജസ്റ്റ് ഇതിൽ വേറെ ലോജിക്കൽ അങ്ങനെ ഒന്നുമില്ല. ഇത് ജസ്റ്റ് എന്താണ് നമ്മുടെ അറേ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റുമായിട്ട് നിങ്ങൾ ഒന്ന് കംഫർട്ടബിൾ ആവാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാമെന്നുള്ളത് എന്താണ്, ഒരു 3 ഡയമെൻഷണൽ അറേ വരികയാണെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനെ ആകുമ്പോൾ നമുക്കിവിടെ ഒരു തേർഡ് ഇൻഡെക്സും കൂടെ വരും. അതുപോലെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് റീഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമുക്കൊരു തേർഡ് ഫോർ ലൂപ്പ് കൂടെ ഇടേണ്ടി വരും. അത്രേ ഉള്ളൂ, വേറെ ഡിഫറൻസ് ഇല്ല. സോ ഞാൻ ഈ ലെക്ചർ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഐ ഷാൽ ഗിവ് യു സം ലാബ് ക്വസ്റ്റ്യൻസ് റിഗാർഡിങ് ദിസ്. ഓക്കെ, താങ്ക് യു.